പാലക്കാട് ആധുനിക രീതിയിൽ നവീകരിച്ച ശിക്ഷക് സദന്റെ ഉദ്ഘാടനം മെയ് 23 നടക്കും. 1962 അധ്യാപക ക്ഷേമ ഫൗണ്ടേഷന്റെ കീഴിൽ സ്ഥാപിച്ച ശിക്ഷക് സദൻ കേരളത്തിൽ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി ആർ സുനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2 പേർക്ക് താമസിക്കാൻ കഴിയുന്ന 15 AC റൂമുകൾ ഉൾപ്പെടെ 24 റൂമുകളാണ് നവീകരിച്ച കെട്ടിടത്തിലുള്ളത്. 8 കട്ടിലുള്ള 2 ഡോർമെട്രികളും 70 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന AC ഹാളും 15 പേർക്ക് യോഗം ചേരാൻ കഴിയുന്ന എക്സിക്യൂട്ടീവ് ഹാളും പുനർനിർമ്മിച്ചുകൊണ്ടാണ് പാലക്കാട് ശിക്ഷക് സദൻ നവീകരിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ ഓരോ ശിക്ഷക് സദനുകളും നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കോഴിക്കോട് ശിക്ഷക് സദനുകൾ പൂർണ്ണമായും നവീകരിച്ചു ഉദ്ഘാടനം അത് പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലാണ് നമ്മൾ കണ്ണൂർ ശിക്ഷക് സദന്റെ നവീകരണം ഏറ്റെടുക്കുകയും അതും പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു, പ്രവർത്തനമാണ്. ഇപ്പോൾ അതിനോടനുബന്ധിച്ചുള്ളതാണ് നമ്മൾ പാലക്കാട് ശിക്ഷക് സദന്റെ നവീകരണം പൂർത്തിയായിരിക്കും. ഏകദേശം 1,10,00,000 രൂപ സിവിൽ വർക്കുകളും ഏകദേശം 45 ലക്ഷം രൂപ ഇലക്ട്രിക് വർക്കും ചെയ്തിട്ടാണ് നമ്മൾ ഈ ശിക്ഷക് സദൻ ഇപ്പോൾ നവീകരിച്ചിരിക്കുന്നത്. ഇവിടെ 24 മുറികളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഡബിൾ റൂമുകളാണ് 24 മുറികളോടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ 15 മുറികൾ AC സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിവിൽ ഇലക്ട്രിക് വർക്കുകൾ ഉൾപ്പെടെ 1.5 കോടിയിലധികം ചിലവഴിച്ചു. അധ്യാപക ദിന സ്റ്റാമ്പുകൾ, അധ്യാപകർ, പ്രധാനാധ്യാപകർ എന്നിവർക്ക് വേണ്ട കൂപ്പൺ പ്രിന്റിംഗ് എന്നിവയിലൂടെയാണ് ഫൗണ്ടേഷന് വേണ്ട മൂലധനം കണ്ടെത്തുന്നത്. രാജ്യത്ത് ശിക്ഷക് സദന് കീഴിൽ ഹെറിറ്റേജ് പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഹെറിറ്റേജിൽ ആലംബഹീനരായ 45 അധ്യാപകർ താമസിക്കുന്നുണ്ട്. അധ്യാപകർക്ക് പുറമെ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ശിക്ഷക് സദനിലെ സേവനങ്ങൾ ഉപയോഗിക്കാമെന്നും ആർ സുനിൽ പറഞ്ഞു. DDEP സുനിജ, കൺവീനർ M ഇന്ദു, മാനേജർ KC അശോകൻ, K അജില എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.